പൂളയും മത്തിയുമാണ് ഉണ്ടാക്കാൻ പോണത്. പൂള കഴുകിയിടുക, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മത്തി ഒരു 15 മത്തിയുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി അത് അതിന് മുകളിലിട്ട് കുറച്ച് ഉപ്പിടുക, കുറച്ച് മഞ്ഞളിടുക, 1.5 സ്പൂൺ നല്ല എരിവുള്ള മുളക് തന്നെ ഇടണം, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു എതൾ കുടംപുളി, പാകത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് നല്ല വെള്ളം ഒഴിക്കണം. ഈ പൂളക്കിഴങ്ങും മത്തിയും അതിൽ കിടന്ന് വേകണം. 1 ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചി എടുത്ത് നല്ല ചതച്ചിട്ട് അതും ഇടുക. എന്നിട്ട് നല്ലോണം അത് തിളച്ച ശേഷം തീ കുറച്ച് കമ്മിയാക്കി നല്ലവണ്ണം വേവിക്കുക. മീൻ കിഴങ്ങും അധികം ഉടയാതെ ഇളക്കണം. അങ്ങനെ ഇളക്കിയ ശേഷം ഉപ്പും പാകത്തിനുണ്ടോ എന്ന് നോക്കണം. കുറച്ചൊരു പുളി വേണം, അതിനാണ് ഒരു തേള് കുടംപുളി ഇട്ടിരിക്കുന്നത്. ഇത് പട്ടുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിനെ ഓരോന്നിന് അതിൻ്റെ മുള്ള് കുടഞ്ഞ് മാറ്റണം. കുറച്ചൊക്കെ മുള്ള അതിലുണ്ടാവും, വലിയ മുള്ളൊക്കെ നമുക്ക് മാറ്റാം. മാറ്റിക്കഴിഞ്ഞ് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് ഒരുപാട് ഇളക്കുമ്പോൾ അത് ഉടഞ്ഞോളും. അങ്ങനെ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൂളക്കിഴങ്ങല്ലേ, നല്ല ഉടഞ്ഞോളും. അങ്ങനെ നമ്മളൊരു പൊത്തി വെക്കുക, ഒത്തിരി 1-5 മിനിറ്റ് മൂടി വെക്കുക, ലൈറ്റ് തീയിൽ മൂടി വെക്കുക. എന്നിട്ട് വിളമ്പി കഴിക്കുക. കട്ടൻ ചായയും കൊള്ളിയും മത്തിയും അടിപൊളിയാണ് കേട്ടോ.